എല്ലാവർക്കും നമസ്കാരം. ഹലോ മമ്മി എന്ന് പറഞ്ഞ കോമഡി ഫാൻറ്റസി മൂവി കണ്ടിട്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. 11 മണിക്കായിരുന്നു ഷോ. അപ്പം ടിക്കറ്റുകൾ വളരെ കുറവായിരുന്നുകൊണ്ട് ആളുകൾ വരാത്തതുകൊണ്ട് തന്നെ സിനിമ തുടങ്ങാൻ കുറച്ച് വൈകി. അപ്പം ഏതായാലും സിനിമ കണ്ട് തുടങ്ങിയപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റി. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഷറഫുദ്ദീനും ഐശ്വര്യലക്ഷ്മിയുടെയും കോംബോ ആണ് വരുന്നത്. ഈ ഷറഫുദ്ദീൻ്റെ കോംബോ എനിക്ക് കാണുമ്പോൾ പഴയ ദിലീപിൻ്റെ തമാശകളൊക്കെ ഓർമ്മ വന്നു. അതായത് ദിലീപ് മറിഞ്ഞു വീഴുന്നതും ദിലീപിൻ്റെ എക്സ്പ്രഷൻ വെച്ചുള്ള നമ്മളെ ഓഡിയൻസിനെ പിടിച്ചിരുന്ന പരിപാടികളൊക്കെ അത് ദിലീപിന് വേണ്ടി എഴുതിയ പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. റൈറ്റർ സഞ്ജു ജോസഫാണ്, നമ്മുടെ ഫാലിമിയുടെ റൈറ്ററാണ്, വൺ ഓഫ് ദ ഫാലിമിയുടെ റൈറ്റേഴ്സാണ്. അപ്പം ആ രീതിയിലുള്ള കോമഡികൾ ഈ സിനിമയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ദിലീപ് മമതയായിരുന്നെങ്കിൽ ഭയങ്കര രസമായെന്നൊക്കെ തുടക്കത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഐശ്വര്യലക്ഷ്മിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് മായാനദിയിൽ കണ്ടിട്ടുള്ള അതേ ഐശ്വര്യലക്ഷ്മിയാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. ആരൊക്കെ ഈ റിവ്യൂ കാണുമെന്ന് അറിയത്തില്ല, പക്ഷേ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഐശ്വര്യലക്ഷ്മിയിൽ കുറച്ച് മാറ്റം തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അത് ആ പൊന്നിയിൻ സെൽവത്തിലെ പൂങ്കുഴലിയാണ്. ഗംഭീര മാറ്റമായിരുന്നു ആ ഒരു ക്യാരക്ടർ ചെയ്തപ്പോൾ. ആ സമയത്ത് ഇവർക്ക് എന്താണ് അന്ന് ആ സെറ്റിൽ നടന്നത് എന്നവർക്ക് മനസ്സിലാവുകയാണെങ്കിൽ അവർക്ക് വരുന്ന ക്യാരക്ടേഴ്സിലൊക്കെ അത് അഡോപ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലൊരു മാറ്റമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നടന്മാരിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതെടുക്കാം. ആൻഡ് ഷറഫുദ്ദീനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ആദ്യം തോന്നിയിട്ടുള്ള ആ ഒരു ദിലീപിൻ്റെ കമ്പാരിസൺ തോന്നി. പിന്നീട് അങ്ങോട്ട് ഷറഫുദ്ദീൻ ആ ഒരു സ്റ്റോറിയുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് കയറിയിട്ട് ഷറഫുദ്ദീൻ ഭയങ്കര രസമായിട്ട് ഈ ക്യാരക്ടർ കൊണ്ടുപോകുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷറഫുദ്ദീൻ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഡാൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ പുള്ളിക്ക് അധികമൊന്നും ഡാൻസ് പരിപാടിയൊന്നും അറിയത്തില്ല, നമുക്ക് മനസ്സിലാവും. പക്ഷേ ആ ക്യാരക്ടർ പുള്ളി കൈവിട്ടിട്ടില്ല. പുള്ളി ആ ക്യാരക്ടറിൽ നിന്ന് തന്നെ ഒരുപാട് കോമഡി സാധനങ്ങൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഉണ്ടാക്കി വിടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയ്ക്കകത്ത് മറ്റേ ഒരു പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണി ഹിന്ദുജ എന്ന് പറഞ്ഞൊരു പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ദീപക് പറമ്പിൽ മീശ പഠിച്ച് വന്ന പോലെയാണ് ആദ്യം തോന്നിയത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ജഗദീഷ് ഉണ്ട്. അയ്യോ, ജഗദീഷിൻ്റെ ചില ഫ്രെയിമുകളിലെ ജഗദീഷ് ഇടുന്ന ഇമോഷനൊക്കെ കാണുമ്പോൾ അയ്യോ ഇങ്ങേരുടെ കയ്യിൽ ഇതിലും ഇനിയും കുറേ സാധനങ്ങളുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ആ രീതിയിലുള്ള കുറേ സട്ടിലായിട്ടുള്ള ഇമോഷനൊക്കെ പുള്ളി ഇടുന്നുണ്ട്. വെറൈറ്റി ആയിട്ടുള്ളൊരു ക്യാരക്ടറാട്ടോ പുള്ളിക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ജോമോൻ ജ്യോതിർ പുള്ളി ഒരു ഫ്രണ്ടായിട്ട് ഇപ്പം എല്ലാ സിനിമകളിലും പുള്ളിയുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോമഡിയൊക്കെ ആയിട്ട് പുള്ളി അതിൻ്റെ അകത്ത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജോണി ആൻ്റണി അടിപൊളിയാട്ടോ. ജോണി ആൻ്റണി ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു സീനുണ്ട്, ഇന്നൊരു സീനാണ് സാധനം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമെന്നൊക്കെ പേടിക്കുന്നുണ്ടെങ്കിൽ ജോണി ആൻ്റണി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കള്ള് കുടിക്കുന്ന ഒരു സീനുണ്ട്, എന്നിട്ട് കേട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ജഗദീഷുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സീനുണ്ട്. അപ്പം അത് ആ ഒരു സീന് പുള്ളിയുടെ അടുത്ത് നറേറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ നല്ലൊരു ഔട്ട്പുട്ട് വരുമെന്ന് പുള്ളി ആർക്കും അറിയത്തില്ലായിരിക്കും. ആ രീതിയിലാണ് പുള്ളി അത് പെർഫോം ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു സ്ക്രിപ്റ്റ് കൊടുത്താൽ അത് കിടലിനായിട്ട് പുള്ളി ചെയ്യുമെന്നൊക്കെ നമുക്ക് ഒരു കോൺഫിഡൻസ് നൽകുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ജോണി ആൻ്റണി. ആൻഡ് അജു വർഗീസ് ഉണ്ട്. അജു വർഗീസ് നൈസ് റോളാണ്, നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിന്ദു പണിക്കർ ഉണ്ട് കേട്ടോ. ബിന്ദു പണിക്കർ രസമായിട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ബിന്ദു പണിക്കറിനെ കാസ്റ്റ് ചെയ്ത് ആരാന്ന് അറിയത്തില്ല, അടിപൊളിയായിട്ട് കേട്ടോ. ഒരു മേക്ക് ഓവറൊക്കെ ആയിട്ട് വന്നിട്ട് ക്ലൈമാക്സിലൊക്കെ ഭയങ്കര രസമാണ് ബിന്ദു പണിക്കർ. മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആൻഡ് സിനിമയെക്കുറിച്ച് പറയുവാണെങ്കിൽ സിനിമ ഈസ് ത്രെഡ് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ട്രെയിലറിൽ മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് അതൊരു ഫസ്റ്റ് ഹാഫിലാണ് ആ പരിപാടികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പക്ഷെ ആ ഒരു സിനിമയുടെ ആ ഒരു ത്രെഡിലോട്ട് കയറി കഴിഞ്ഞാൽ സിനിമ പിക്കപ്പ് ആവുന്നുണ്ട്. തുടക്കത്തിലൊക്കെ ഒട്ടും നല്ല രീതിയിലുള്ള ഒരു സിനിമാറ്റോഗ്രാഫിയോ അല്ലെങ്കിൽ ഡയറക്ഷനോ ഒന്നും നമ്മൾ കണ്ടില്ല. പക്ഷേ ആ ത്രെഡിലോട്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ട് സിനിമ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. ആൻഡ് സിനിമയുടെ സെക്കൻഡ് ഹാഫും ഭയങ്കര രസമായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഭയങ്കര എൻജോയബിൾ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ച് സംഭവം ഒക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ക്ലൈമാക്സിൽ അവന്മാർ എന്താണ് കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ക്ലൈമാക്സ് ആക്ഷൻ പരിപാടികളൊക്കെ നൈസായിട്ടുണ്ട്, പക്ഷേ അത് കഴിഞ്ഞിട്ട് ബാക്കി എന്താ നടന്നതെന്ന് അവർ കാണിച്ചില്ല. അവരൊരു ഫ്രെയിം കട്ട് ചെയ്ത് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടൊക്കെ അനൗൺസ് ചെയ്യുന്ന രീതിയിൽ കൊണ്ട് എൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് എന്താണ് പ്രോപ്പറായിട്ട് ക്ലൈമാക്സ് കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ലാത്ത പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എനിവേ അതുവരെ ഭയങ്കര രസമായിട്ട് തന്നെ സിനിമ പോയിട്ടുണ്ട്. വൺ ടൈം വാച്ചബിളാണ്, കോമഡി ഉണ്ട്, ആൻഡ് ആക്ഷൻ കുഴപ്പമില്ലാതുണ്ട്. ഹൊറർ പരിപാടികൾ കുറേയൊക്കെ കോമഡി ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. എന്ന് വെച്ചാൽ രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റും, അല്ല പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഹൊറർ പരിപാടി അതിൻ്റെ അകത്തില്ല. ആൻഡ് ക്ലൈമാക്സിൽ ഇവർക്ക് എന്തൊക്കെയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത പോലത്തെ ഒരു പരിപാടിയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. വൺ ടൈം വാച്ചബിൾ സിനിമയാണ്. ആർട്ടിസ്റ്റുകളുടെയൊക്കെ പെർഫോമൻസ് കുഴപ്പമില്ലായിരുന്നു, കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയായിട്ട് തന്നെയാണ്.